ഉണ്ണിക്ക് പനി, ഒരു ചുമ, ഒരു ജലദോഷമൊക്കെ ആയിട്ട് അവളെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു 3 ദിവസത്തേക്ക് ഉണ്ണിക്ക് മരുന്ന് കൊടുത്തിട്ട് നോക്കിയില്ലെങ്കിൽ 3-ാമത്തെ ദിവസം കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ അടുത്തേക്ക് വീണ്ടും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. എല്ലാവരും ഇപ്പോൾ ഉണ്ണികളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. ഓ ഓ ഓ ഓ എങ്ങനെയുണ്ടായിരുന്നു ഉണ്ണിയുടെ ഹോസ്പിറ്റലിൻ്റെ? ഇന്നത്തെ പരിപാടി വളരെ മനോഹരമായി, നമുക്ക് ഉഷാറായി. അപ്പോൾ എന്താ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തിരിച്ചു പോകണം. നേരം മണി 10ആയി. ആഘോഷമായിട്ടുള്ള ഭക്ഷണമായി, ആഘോഷമായിട്ടുള്ള പർച്ചേസിങ്ങായി. ഒന്നും ഫ്രീ കിട്ടിയില്ല ഈ പ്രാവശ്യം വന്നിട്ട്. അത് മാത്രമേ പ്രശ്നമായുള്ളൂ. ഒരു പ്രാവശ്യമൊക്കെ കുപ്പിയിലുള്ള സാധനമൊക്കെ ഡ്രിങ്ക്സൊക്കെ ഫ്രീ കിട്ടിയിരുന്നു. പ്രാവശ്യം അതൊന്നും ഇല്ല. നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിൻ്റെ കുറവ് നേരം എന്നാണ് കരുതുന്നത്. ഹോസ്പിറ്റലിൽ കാണിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ തൊട്ടടുത്തൊരു മോളുണ്ട്, അതിൽ മുകളിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് പോകണം. അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ല. അപ്പോൾ അവൾക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും, ഉണ്ണിക്കാണെങ്കിൽ അതും പറ്റില്ലല്ലോ. അപ്പോൾ അവൾക്ക് തലവേദനയും ശരീരവേദനയൊക്കെ ഉണ്ടാവുമെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ആകെ ആൾക്കൊരു അസ്വസ്ഥത ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും ഫുഡ് കഴിച്ച് പോകാമെന്ന് വെച്ച് ഫുഡ് കഴിച്ചു. അപ്പോൾ ജോയ്ക്ക് ഒരു ഐസ്ക്രീം കഴിക്കണമെന്ന് പറഞ്ഞ് അത് മേടിക്കാൻ നിൽക്കുക. ഞാനിപ്പോൾ ഷുഗർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കുറേശ്ശെ ഡയറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ തടീനെ ഒന്ന് റെഡിയാക്കി എടുക്കണ്ടേ. പ്രഗ്നൻസിക്ക് ശേഷം ഒരുപാട് വെയിറ്റ് വെച്ചു. ഓക്കെ, ഇവിടെ സെൽഫ് ഓർഡറാണ്. അപ്പോൾ നമ്മൾ ഓർഡർ എടുത്തു. അപ്പോൾ അയാൾക്ക് ഐസ്ക്രീം മേടിച്ച് കൊടുത്തിട്ട് ബാക്കി വിശേഷം ഐസ്ക്രീം കൊണ്ട് കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് ഐസ്ക്രീം എന്ന് കഴിച്ച് പറയൂ. ഇത് ഒറ്റയ്ക്ക് എനിക്ക് തന്നെയാണ് കഴിക്കാനുള്ളത്. അതെ അതെ, അത് ഒറ്റയ്ക്ക് കഴിക്കാനുള്ളതാണ് അവർ പ്രത്യേകിച്ച് പറഞ്ഞു. അതായത് എങ്ങനെയാണെന്നറിയോ, മകൾക്ക് പനിക്ക് ഡോക്ടറെ കാണാൻ വന്ന ഡാഡിക്ക് ഒരു ഐസ്ക്രീം മേടിച്ച് കൊടുക്കണം എന്നാണ് അത്ര. പനിക്കും തൊണ്ടവേദനയ്ക്കും ദിവ്യ ഔഷധമാണ് ഐസ്ക്രീം എന്നാണ് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പ്രമാണിച്ച് നമ്മൾ കഴിച്ചു നോക്കണം. ഏത് കൂടുകയോ കുറയോ എന്നുള്ളത് കഴിച്ചു നോക്കി കഴിഞ്ഞിട്ട് നാളെ അറിയാം. പാട്ടൊക്കെ പാടാൻ പറ്റുമോ, എന്തൊക്കെയാണ് അതിൻ്റെ സൂക്ഷ്മമായ രീതികൾ എന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുവല്ല പിണ്ടി പെരുന്നാൾക്ക് പിണ്ടിയും പോത്താം. ഇതിൻ്റെ മോഡല് കണ്ടുപിടിച്ചാലേ പിണ്ടി പെരുന്നാൾക്ക് നമുക്ക്. സാധനം എങ്ങനെയുണ്ട്? നന്നായി ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടു. എനിക്ക് മധുരത്തോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഐസ്ക്രീമാണ് ഞാൻ ആദ്യം കഴിക്കാറ്. അതെ, ഐസ്ക്രീമും പായസവും. മധുരത്തോട് തീരെ ഇഷ്ടമില്ല. മധുരത്തോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പൊതുവെ ഞാൻ പായസം, ഐസ്ക്രീം ഒക്കെ പ്രധാനമായിട്ട് അലുവ, ലഡു, ജിലേബി. അലുവ, ജിലേബി. പിന്നെ ഇപ്പോൾ ഈ ജിലേബിയിലും ലഡുവിലൊക്കെ ഇപ്പോൾ കളർ ചേർക്കണതുകൊണ്ട് മനസ്സിൽ പിടിച്ച് കഴിക്കാൻ ഒരു മടിയുണ്ട്. എന്നാലും കാണാണ്ട് ഓരോന്നും കഴിക്കാന്നുള്ള. പിന്നെ ഐസ്ക്രീമിൽ പിന്നെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നാള് ലഡു ആഗസ്റ്റ് 15-ാം തീയതി ലഡു മേടിച്ചപ്പോഴേ അതിൻ്റെ രുചി നോക്കി 10 എണ്ണം ഒരു കൊണ്ട് തീർന്നു. അറിയാണ്ട് കഴിച്ചു പോയതാന്ന് പാവം. അത് പ്രധാന കാരണം മധുരമില്ലാത്തതുകൊണ്ടാണ്. അതെ, മധുരമില്ലാത്തതിന് മുന്നിലിരിക്കുമ്പോഴേ ഒരു ഇറിറ്റേഷൻ. അപ്പോൾ അത് വേഗം തിന്നു തീർത്തു. അല്ല, യഥാർത്ഥ കാര്യമാണെങ്കിൽ ഈ ലഡു ഇരുന്നൊക്കെയാണ്. അതെ, അത് മേടിച്ച് അന്ന് കഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് രുചി പോകും. അതൊരൊറ്റ കാരണത്താലാണ് ത്യാഗം സഹിച്ച് അത് കഴിച്ചു തീർത്തു. 10 എണ്ണം ഒരു ദിവസം കൊണ്ട് കഴിച്ചത്. അതൊക്കെയാണ് എൻ്റെ രഹസ്യം. പുറത്ത് പറയാൻ പാടില്ല. അതെ, കുട്ടിയുടെ പനിയൊക്കെ കുറഞ്ഞു മരുന്ന് കഴിച്ചിട്ട് നോക്കേ കുട്ടി ഉഷാറായി. പനിയുടെ മരുന്ന് കഴിച്ചു, മൂക്കില് മരുന്ന് കഴിച്ചു, ചുമയുടെ മരുന്ന് കഴിച്ചു, ജലദോഷത്തിന്റെ മരുന്ന് കഴിച്ചു, ഒരു ദോശ കഴിച്ചു. വലിയ ബിഗ് ദോശ കഴിച്ചു.
അത് കഴിഞ്ഞ് അവൾ അപ്പിയിട്ടു, രാത്രിയാണ് അപ്പിയിട്ടത്. അതോടുകൂടി അവൾക്കപ്പോൾ പനി അതെ ഒന്ന് ഉഷാറായി, പനി ഒന്ന് കുറഞ്ഞു. അപ്പോൾ അങ്ങനെ വണ്ടി ഓടിക്കണം, അതെ എത്തണം. അതെ ഒരു ട്രിപ്പും കൂടി മരുന്ന് കൊടുക്കണം. കഫ് സിറപ്പും ജലദോഷത്തിൻ്റെ ഒരു ട്രിപ്പും കൂടി കൊടുക്കണം. അത് കൊടുക്കുമ്പോഴാണ് കഫ അഴഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ റണ്ണിങ് ന്യൂസ് കൂടുമെന്ന് പറഞ്ഞു ഡോക്ടർ, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവളാകാൻ ഉഷാറായി നിൽക്കണം. ഉണ്ണിക്കുട്ടി ഇങ്ങോട്ട് നോക്കിയേ വാവേ. ആ അപ്പം അങ്ങനെ അപ്പം എന്നാൽ അത് കുഞ്ഞിയ വ്ളോഗാണ്. അപ്പോൾ ഓക്കെ ഏട്ടാന്നാ എല്ലാവർക്കും ഒരു ബൈ ബൈ പറഞ്ഞു. പുന്നു ബൈ ബൈ.